പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്നീ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ വീണ്ടും ആയിരിക്കുവാൻ ആയുസ്സും ആരോഗ്യവും ബലവും തന്ന് ആയുസ്സിനെ നീട്ടിത്തന്ന് ഇന്ന് വരെ കാണാത്ത ഒരു പുത്തൻ പ്രഭാതം പുതിയ പുലരി നൽകി തന്ന കർത്താവിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതം ദൈവവചന ധ്യാന ചിന്തയോടെ ആരംഭിക്കുവാൻ ഒരു വേദവചനം വായിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തെ അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഫിലിപ്പിയ ലേഖനം പൗലോസ് എഴുതുന്നത് കാരാഗ്രഹത്തിലിരുന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഇതിനെ കാരാഗ്രഹ ലേഖനം എന്നറിയപ്പെടുന്നത് പ്രിസൺ എപ്പിസ്റ്റൽ എന്നാണ് പറയുന്നത്. കാരാഗ്രഹത്തിൽ നിന്ന് മനുഷ്യൻ വെളിയിലുള്ള സഭയോട് എഴുതുന്ന ലേഖനമാണ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന്. ഈ ലേഖനം മുഴുവൻ വായിക്കുമ്പോൾ കാണാം, സന്തോഷിപ്പീൻ എന്ന് പിന്നെയും നിങ്ങളോട് പറയാൻ ഒരു മടിയില്ല. ആരാ പറയുന്നത്? ജയിലിൽ കിടക്കുന്ന പൗലോസ്, കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന പൗലോസാ പറയുന്നത്, സന്തോഷിപ്പീൻ എന്ന് പിന്നെയും നിങ്ങളോട് പറയാൻ എനിക്കൊരു മടിയില്ല എന്നുള്ളത്. ഒടുവിൽ കർത്താവിൽ അവൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുകയും അതേ സന്തോഷിപ്പൻ വീണ്ടും പറയുന്നത് അതൊരു തീമായിട്ട് പറയുക. ആ അധ്യായത്തിൻ്റെ തന്നെ 4-ാമത്തെ അധ്യായത്തിലോട്ട് എഴുതുമ്പോൾ പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, നിങ്ങൾ വിചാരപ്പെടരുത്. ആ ജയിലിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ സഭയോട് പറയുക, ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്. കാരണം വിചാരപ്പെട്ടാൽ യേശു കർത്താവ് പറഞ്ഞ വാക്കുണ്ട്, അതിനോട് കൂട്ടാനോ കുറയ്ക്കാനോ കഴിയത്തില്ല. വയലിലെ താമരയെ നോക്ക്, ആകാശത്തിലെ പറവകളെ നോക്ക്, ഇവയൊന്നും വയലിൽ കൂട്ടി വെക്കുന്നില്ല, കൊയ്യുന്നില്ല, വിതയ്ക്കുന്നില്ല. പക്ഷേ ദൈവം അവയ്ക്ക് വേണ്ടി ആഹാരം എല്ലാം കൊടുക്കുന്നു, അവയെ ഉടിപ്പിക്കുന്നു. അപ്പോൾ ഇത് ഇവിടെ മനുഷ്യരോട് പറയുന്ന കാര്യം, അതിനേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലേ. അതിൻ്റെ ഒരു മൂർധന്യ വേഷനാണ്, അതിൻ്റെ തന്നെ ഒരു വേർഷന്റെ മൂർധന്യാവസ്ഥയാണ് പൗലോസിലൂടെ പറയുന്നത്. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ചുറ്റും നോക്കിയാൽ വിചാരപ്പെടാനുള്ള ഇഷ്ടം പോലെ സാഹചര്യങ്ങളാണ്. കൊച്ചിൻ്റെ ഫീസ്, കൊച്ചിൻ്റെ പഠനം, കൊച്ചിൻ്റെ മാർക്ക്, പിന്നെ അതിൻ്റെ നീറ്റ് എക്സാം, പിന്നെ IET എക്സാം, ഇങ്ങനെ പോകും. അവൻ്റെ ഭാവി, അവൻ്റെ എക്സാം, IELTSൻ്റെ എക്സാം, PT എക്സാം, പിന്നെ അവൻ്റെ IET എക്സാം, ഇങ്ങനെ കിടക്കുക. പിന്നെ അടുത്ത ഇൻ്റർവ്യൂ, അടുത്ത അഡ്മിഷൻ പ്രോസസ്സ്, അടുത്ത ഫീസ്, അടുത്ത ട്രെയിനിങ്, അടുത്ത കോച്ചിങ്, ഇങ്ങനെ കിടക്കുക. ഇനി വീട്ടിലെ സാഹചര്യം നോക്കിയാൽ വീട് വെക്കണം, അതിൻ്റെ ലോണ് കാര്യങ്ങൾ, അത് മറ്റൊരു തരത്തിൽ കിടക്കുക. ഇങ്ങനെ എല്ലാ സാഹചര്യങ്ങളും ചുറ്റുവെട്ടി കിടക്കുമ്പോൾ അതിനകത്ത് വിചാരപ്പെടാനുള്ള സാഹചര്യങ്ങളെ ചുറ്റും, അതിൻ്റെ കൂടെ കേൾക്കുന്ന നിന്ദകള്, പരിഹാസങ്ങള്, ബുദ്ധിമുട്ടുകള്, സാഹചര്യങ്ങൾ കൊണ്ട് എതിരെ നിൽക്കുന്നവരെ എല്ലാം കൂടി ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിനകത്താ. അവിടെയാണ് പറയുന്നത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഹല്ലേലൂയ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. ഇതൊരു വ്യത്യസ്തമായ സാഹചര്യമാണ്. ഒരുപാട് ആവശ്യങ്ങളുടെ, ഒരുപാട് വേദനകളുടെ, ഒരുപാട് സാഹചര്യങ്ങളുടെ മുഖത്ത് അങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുമ്പം, ഒരു സാഹചര്യത്തെ തട്ടി എന്തു ചെയ്യണമെന്നറിയാതെ നോക്കി നിൽക്കുമ്പം അവിടെയാ പറയുന്നത്, ബന്ധപ്പെടരുത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, ബന്ധപ്പെട്ടു പോകരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. നിങ്ങളുടെ പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്, അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക എന്നറിയാമോ? അങ്ങനെ ചെയ്താൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബുദ്ധിക്ക് അതീതമായി ചിന്തിക്കുന്ന കാര്യങ്ങളുണ്ട്. ബുദ്ധിക്ക് അതീതമായി ചിന്തിച്ചിട്ട്, ബുദ്ധിപരമായി ചിന്തിച്ചിട്ട് ബാങ്കിലെ ഡെപ്പോസിറ്റ്, മറ്റൊടുത്ത ഡെപ്പോസിറ്റ്, പിന്നെ മറ്റു സ്ഥലങ്ങളെ പ്രൈവറ്റ് ഡെപ്പോസിറ്റ്, പിന്നെ മ്യൂച്വൽ ഫണ്ട്, പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏരിയ, സ്ഥലം മേടിക്കുന്നത്, വീട് വെക്കുന്നത്, ലോൺ എടുക്കുന്നത്, ഇങ്ങനെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങളുണ്ട്. ഈ ബുദ്ധിയെ കവിയുന്ന ഒരു ദൈവസമാധാനം കൊണ്ട് നിറയും. ആ സമാധാനം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളെയും നിങ്ങളുടെ നിലവുകളെയും, നിങ്ങളുടെ സങ്കല്പങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ ചിന്തകള്, അതിനെയെല്ലാം ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഒരു വലിയ യാഥാർത്ഥ്യമാ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. നിങ്ങൾ ഒരുപാട് ചിന്തിച്ചു, അതിന്റെ അവസ്ഥയിൽ ഇനി എന്ത് ചെയ്യും, ഇതിന്റെ ലോൺ എടുത്താൽ അതിന്റെ തിരിച്ചടവ്, അതിന്റെ EMI, അങ്ങനെയുള്ള കാര്യങ്ങള്, കുഞ്ഞുങ്ങളുടെ പഠനം, ഒത്തിരി സാഹചര്യങ്ങൾ, നമ്മൾ ചിന്തിക്കാൻ പറ്റാത്തതുപോലുള്ള സാഹചര്യങ്ങൾ. അതിനപ്പുറത്ത് ഈ ചിന്തകള് ഭാരങ്ങളുമായിട്ട് നടക്കുമ്പോൾ
നിങ്ങൾ അതെല്ലാം സ്തോത്രത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവത്തെ അറിയിക്കുകയാണ് വേണ്ടത്. അങ്ങനെ അറിയിച്ചാൽ, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. ബാക്കി കേട്ടോ, ബുദ്ധിപരമായി ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന എല്ലാത്തിൻ്റെയും മേലിലുള്ള ഒരു ദൈവസമാധാനം, ആ ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കുമെന്ന്. ക്രിസ്തുയേശുവിൽ കാക്കും. ഇതൊരു വലിയ ശക്തി തന്നെയാണ്, ഇതൊരു വലിയ ബലം തന്നെയാണ്. ക്രിസ്തുയേശുവിൽ നമ്മളെ കാക്കും. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ചിന്തകളെയും നമ്മുടെ നിലവുകളെയും നമ്മുടെ സങ്കല്പങ്ങളെയും ക്രിസ്തുയേശുവിൽ കാക്കും. പക്ഷെ അത് പെർഫെക്റ്റ് ആയിരിക്കും. ഇത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കർത്താവിനങ്ങ് വഴി മാറി കൊടുക്കണം, നമ്മുടെ ചിന്തകൾ വേണ്ടെന്ന് വെക്കണം. അതിന്റെ സദൃശവാക്യത്തിൽ പറയുന്ന ശലോമോൻ പറയുന്ന വാക്ക്, നിന്റെ പ്രവൃത്തി യഹോവയ്ക്ക് സമർപ്പിക്കുക, അവനത് നിവർത്തിക്കും. മറ്റൊരു വാക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവൻ നിന്റെ പാതയെ നേരെയാക്കും. നമ്മുടെ വഴികളിൽ പോയാൽ അതൊന്നും സാധിച്ചെന്ന് വരത്തില്ല. ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുക. കർത്താവ് അത് പെർഫെക്റ്റ് ആക്കും, കർത്താവ് അത് ക്ലിയർ ആക്കും, കർത്താവ് അത് പെർഫെക്റ്റ് ആക്കും. കർത്താവ് നിന്റെ വഴിയെ ക്ലിയർ ആക്കും. കർത്താവിന്റെ സാഹചര്യം അത് ക്ലിയർ ആക്കും. കർത്താവ് നിന്റെ ആ വഴിയിൽ നേരെയാക്കും. കർത്താവിന്റെ കരം കൂടിയിരിക്കും. ആത്മാവില് നീ ഒന്ന് സമർപ്പിച്ചു കൊടുത്തേ, കർത്താവിലേക്ക് ഒന്ന് സമർപ്പിച്ചേ. കർത്താവിൽ സമർപ്പിച്ചാൽ കർത്താവ് നിന്റെ പാതയെ നേരെയാക്കും. ആ വാക്കൊന്നുകൂടി ആവർത്തിക്കട്ടെ. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ നിലവുകളെയും ചിന്തകളെയും കാത്ത് ദൈവസമാധാനം കൊണ്ട് നിറച്ച് നിന്റെ വഴിയെ പ്രോപ്പറാക്കും, നിന്റെ ലക്ഷ്യസ്ഥാനത്തെ പ്രോപ്പറാക്കും. ദൈവത്തിന്റെ പദ്ധതി നിന്നിൽ നിവർത്തിക്കും. ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഈ പ്രഭാതത്തിൽ ജനത്തിന് കൈമാറുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുന്ന സകലത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവത്തെ അറിയിക്കത്ര വേണ്ട, അങ്ങനെ തന്നെ ജനത്തോടും അറിയിക്കുന്നപ്പാ. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ഈ ജനത്തിന്റെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകരം കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. സകല പേരെയും അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നതിനായി സ്തോത്രം. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഇടിക്കാൻ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമേറിയ ചെറുകടിയിൽ നമ്മളെ മറക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു.